ഇന്ന് നമുക്ക് മോരും വെള്ളം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് സോഡ മോരും വെള്ളമായിട്ട് ഉണ്ടാക്കണേ. കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നല്ലോണം ടയേർഡായി. അപ്പം മോരും വെള്ളം കുടിക്കാൻ തോന്നി. അപ്പം ഞാനോർത്ത് കടയിൽ പോയി സോഡയും കൂടി വാങ്ങിക്കും. ഏട്ടൻ പറഞ്ഞ് സോഡ വാങ്ങിക്ക്, സോഡ മോരും വെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞ്. ആദ്യം നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് ഓർത്ത്, പിന്നെ വേണ്ട മോരും വെള്ളം ആക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മോരൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മോര് സോഡ വെള്ളമായിട്ട് ഉണ്ടാക്കണേ. ഞാൻ ഉള്ളി ഇടാറുണ്ട്. എനിക്ക് മോരിൽ ഉള്ളി ഇടണ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഉള്ളി ഇടുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലതല്ല. പിന്നെ ഈ ഉള്ളി ഇട്ടിട്ട് മോര് കുടിച്ചാൽ ദഹനമൊക്കെ നടക്കുമെന്ന് പറഞ്ഞേക്കാൻ എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇല്ല ഇടാറുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ. മല്ലിയിലയും കൂടി ഇടുമ്പോൾ നല്ല ഫ്ലേവറും കിട്ടുമല്ലോ. അപ്പം ഞങ്ങളുടെ സോഡ മോരും വെള്ളമായിട്ടാണ്. ഇത് വേഗം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം ഇന്ന് കുറച്ച് അധികം പണി ഉണ്ടായിരുന്നതുകൊണ്ട് ടയേർഡായി നല്ലോണം. അതുകൊണ്ടാണ് അപ്പം നമുക്ക് തണുത്തത് എന്തെങ്കിലും കഴിക്കുമ്പോൾ നല്ല ആശ്വാസമല്ല. അപ്പം ഞാൻ മോര് വാങ്ങിച്ചിട്ട് വന്നിട്ട് മോര് സോഡ ഫ്രീസറിൽ കയറ്റി വെച്ചേക്കോ വേഗം തണുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. കണ്ണപ്പന് മാത്രം വലിയ ഇഷ്ടമല്ല. അവന് നാരങ്ങ വെള്ളം മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവന് പ്രത്യേകം നാരങ്ങ വെള്ളം ഉണ്ടാക്കണുണ്ട്. സ്കൂളിലാണെങ്കിൽ ഇവർക്ക് സബ് ജില്ലാ കലോത്സവം നടക്കണമുണ്ട്. ഇവർക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ 2 എണ്ണം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടിരുന്നാലാണ് അടങ്ങിയിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബഹളമായിക്കോളൂ. അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാനും പറ്റില്ല. നല്ല വെയിലല്ലേ. അവനാണ് സ്കിൻ അലർജി ഉണ്ട്. അവൻ്റെ സ്കിന്നിൽ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരു പോലെ നിറച്ചും വരും. അപ്പോൾ അവനെ പുറത്തോട്ട് ഇറക്കാൻ പറ്റത്തില്ല. ഫുൾ ടൈം ടി വി കാണാനും പറ്റില്ല, ഫോണും കൊടുക്കാൻ പറ്റില്ല. പഠിക്കാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോ. എനിക്ക് സോഡ മോരും വെള്ളം അത്ര ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ കുടിക്കാറുന്നില്ല. എനിക്ക് സോഡ സർബത്ത് ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ ഇത് ഇവരൊക്കെ കൂടി പറഞ്ഞപ്പോൾ ഞാനോട്ട് അന്ന് ഇത് തന്നെ ഉണ്ടാക്കിയേക്കാം, കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പറയാമല്ലോ. ഞാനിതിന് മുമ്പ് മോരിൽ സോഡ ഒഴിച്ച് അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാനത് ഉണ്ടാക്കണേ. സോഡ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. വെറുതെ കുടിക്കാൻ എനിക്കിഷ്ടം. ഇടയ്ക്ക് ദാഹിക്കുമ്പോൾ ഞാൻ പോയി സോഡ വാങ്ങിച്ചുകൊണ്ടൊന്ന് കുടിക്കാറുണ്ട്. എനിക്ക് ഫ്ലേവർ ഒന്നുമില്ലാത്ത ഈ സാധാ സോഡയായിട്ട് ഇഷ്ടം. അത് കുടിക്കാൻ നല്ല ടേസ്റ്റല്ലോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കണേ. അപ്പോൾ കണ്ണൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞ് അവന് വേണ്ട. സോഡ വെച്ചപ്പോൾ നല്ലോണം പതഞ്ഞ് പൊങ്ങാൻ തുടങ്ങിയിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇളക്കി നല്ല മിക്സാക്കി കഴിഞ്ഞിട്ട് എടുത്ത് സാഞ്ചാറിന് കൊണ്ട് കൊടുക്കട്ടെ. സാഞ്ചാറിനെ വിളിക്കുവാണ്. ഇന്ന് സാഞ്ചാറ് തന്നെ ഇറങ്ങി ഇച്ചിരി ഞാൻ കുടിച്ച് നോക്കി കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞോളെ. എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കാനൊന്നും പോയില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കുടിച്ച് നോക്കി എങ്ങനെയുണ്ട്. സാഞ്ചാറിൻ്റെ പരിപാടി കുടിക്കാൻ എന്ത് കൊടുത്താലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കട്ടോ. അത് കേൾക്കാട്ടോ നമുക്ക്.